ഹലോ ഗൈസ്, കുറച്ച് നാളുകളേറെയായി, കുറച്ച് വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ വഴക്കാണ്, ഒരു കുടുംബ ലഹളയാണ് നമ്മുടെ ആക്ടർ ബാലയുടെയും അതുപോലെ തന്നെ അമൃത സുരേഷിന്റെയും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചവരാണ്. ഇവരുടെ ബന്ധത്തിൽ ഇവർക്കൊരു പെൺകുഞ്ഞുമുണ്ട്. ആ കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് അമൃതയുടെ കൂടാണ്. ഓക്കെ, അപ്പോ വർഷങ്ങളായിട്ട് ആക്ടർ ബാലയും അമൃത സുരേഷും ഇവർ തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ഇന്റർവ്യൂസിലും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ബാലയുടെ വശം പറയുന്നു, അമൃതയുടെ വശം പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി നല്ലവണ്ണം എറിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സെലിബ്രിറ്റി ആയിക്കോട്ടെ, സാധാരണ വ്യക്തി ആയിക്കോട്ടെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കരുത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ വരും. പക്ഷെ അതൊക്കെ സ്കിപ്പ് അടിച്ച് പോവുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ ഇവരെ ചെയ്തിട്ടില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കല്ലുവർക്ക് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ കാര്യം പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേണ്ട ഇപ്പോ അമൃതയുടെയും ബാലയുടെയും മോള് ഒരു ലൈവിൽ വന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ആ കുട്ടി സംസാരിക്കുന്നത് ബാലയ്ക്കെതിരെയാണ്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആ കുട്ടി സംസാരിക്കുമ്പോൾ, അവർ പബ്ലിക്കിൽ വന്നിത് പറയുമ്പോൾ, എന്താണെങ്കിലും അമൃതയുടെ അറിവില്ലാതെ ആയിരിക്കത്തില്ലല്ലോ ആ വീഡിയോ വന്നത്. അപ്പൊ എന്താണെങ്കിലും ആ കുട്ടിക്ക് പറയാനുള്ള ബാലയ്ക്കെതിരെ സംസാരിച്ച പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അതൊന്ന് കണ്ടു നോക്കാം. ഹലോ, എൻ്റെ പേര് അവന്തിക എന്നാണ്. ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെയും എൻ്റെ ഫുൾ ഫാമിലിനെ, ദാറ്റ് മീൻസ് മീ, എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനെയും എൻ്റെ അമ്മാമിനെയും എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെ പറ്റി ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് മടുത്തു. എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവർ പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു? എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ഓക്കെ, ഈ കൊച്ച് ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തും പോകുമ്പോൾ കൂട്ടുകാരായിക്കോട്ടെ, മറ്റു പലരും ആയിക്കോട്ടെ ചോദിക്കും, നിന്റെ അച്ഛനെ പറ്റി അങ്ങനെ കേട്ടു, നിന്റെ അമ്മയെ പറ്റി ഇങ്ങനെ കേട്ടു, അത് ശരിയാണോ, എന്താണ് അവരുള്ള പ്രശ്നം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സ്കൂളിൽ പോകാൻ മാത്രം പ്രായമുള്ള, സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, മനസ്സിന് വലിയൊരു സങ്കടം ഉണ്ടാക്കും, ഭയങ്കര പ്രഷറാണത്. അത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ നടക്കുന്ന ഒരു ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ പേഴ്സണലി നടക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് തന്നെ പല ചാനൽസും പല ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കും, പല ചോദ്യങ്ങൾ ഈ കുട്ടിക്ക് വരും. അത് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ബാക്കി നമുക്ക് കാണാം. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പറ്റിയാണ്. എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാവിനെയും എൻ്റെ ആന്റീനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോൾ, ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എൻ്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ്. എൻ്റെ മദറും എൻ്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിൽ പോലും എന്നെ തല്ലിയിട്ടില്ല. എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസിലും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ, യോജിക്കാൻ സാധിക്കത്തില്ല. ഒരിക്കലും ഒരു കുട്ടി, സ്വന്തം മകള് വന്നിട്ട്
സ്വന്തം അച്ഛനെ കുറിച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ വേണം. ഈ കുട്ടിയുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ വേണം. ഇതെനിക്ക് അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നു, ഇങ്ങനെ ഓർമ്മയുണ്ടായിരുന്നു. മേ ബി ആ കുട്ടിയുടെ മെച്യൂരിറ്റി ഇല്ലായ്മ ആയിരിക്കാം, ആ പ്രായത്തിന്റെ ഇതായിരിക്കാം. പക്ഷെ ഒരിക്കലും അത് പറയാൻ പാടില്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇവരുടെ തികച്ചും ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇവരുടെ ഫാമിലിയിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും രണ്ട് കൂട്ടർക്കും ഇല്ല. ഇത് അമൃതയുടെ അറിവോടാണ് ഈ കുട്ടി ഇങ്ങനെ ലൈവ് ഇട്ടതെങ്കിൽ അത് വളരെ തെറ്റാണ്. ഇനി അമൃതയ്ക്ക് അറിയില്ല, ഈ കുട്ടി അമൃത കാണാതെ അമൃത അറിയാതെ ഒരു ലൈവ് ഇട്ടതാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ അത് വന്നുപോയി. ഈ വീഡിയോ ഇട്ടത് കൊണ്ട് ബാലയ്ക്ക് പ്രത്യേകിച്ച് നാണക്കേടോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല. ബാലയ്ക്ക് ഇതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിട്ടൊന്നും മാറത്തൊന്നുമില്ല. ആരും ബാലയെ ഹേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോസിന്റെ താഴെ ഫുൾ മോസ്റ്റ് ഓഫ് ദ കമന്റും ഈ കുട്ടിക്കെതിരെ അതുപോലെ തന്നെ അമൃതയ്ക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ്. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബാലയും അമൃതയും ഡിവോഴ്സ് ആയതിനു ശേഷം ബാല ഒരു കല്യാണം കഴിച്ചു, ഒരു എലിസബത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ കല്യാണം കഴിച്ചു. അത് ഡിവോഴ്സ് ആയിപ്പോയി, അത് അവിടെ തീർത്തു. അതുപോലെ തന്നെ അമൃതയാണെങ്കിലും വേറെ കല്യാണം കഴിച്ചു, ഗോപി സുന്ദറിനെ, അതും 3G ആയിപ്പോയി. പ്രത്യേകിച്ച് ഗോപി സുന്ദറിന് ഓൾറെഡി ഒരു ഹെയ്റ്റ് ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ. കാരണം പുള്ളിക്കാരന് പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളുണ്ട്, ഒരു പ്ലേ ബോയ് ആണ്. അത് അറിഞ്ഞുകൊണ്ട് അമൃത വീണ്ടും പോയി അയാളെ കല്യാണം കഴിച്ചു, എന്നിട്ട് അതും 3G ആയിപ്പോയി. അപ്പൊ അതിന്റെയും കൂടെ ഒരു നെഗറ്റീവ് വൈബ് അല്ലെങ്കിൽ നെഗറ്റീവ് ഈ പറയുന്ന അമൃതയുടെ അനിയത്തി ആ ഒരു ഗ്രൂപ്പിനുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുമ്പോഴത്തേക്കിനും വീണ്ടും നെഗറ്റീവ് കൂടത്തേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ ചിന്തിക്കും, ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് അമൃത പറഞ്ഞു കൊടുത്താലല്ലേ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കൊച്ചിന് ഓർമ്മയില്ലാത്ത കാലത്തെ കാര്യങ്ങളൊക്കെ ഈ കൊച്ചു എങ്ങനെ മനസ്സിലാക്കി എടുത്ത് പറയുന്നു, അല്ലെങ്കിൽ ഈ കൊച്ചു എങ്ങനെ അറിഞ്ഞു, എന്താണെങ്കിലും ബാല പറയാൻ ചാൻസ് ഇല്ല. ബാലയുടെ കൂടെ അല്ലേ ഈ കൊച്ചു താമസിക്കുന്നത്. അപ്പൊ അമൃത തന്നെ പറയാനാണ് ചാൻസ്. അപ്പൊ അമൃത ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ വരും. സ്വാഭാവികം, കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല. ഫുൾ നെഗറ്റീവ് അതിന്റെ താഴെ ഫുള്ള്. അപ്പൊ എന്താണെങ്കിലും ബാക്കി കാണാം. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട, എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫേസ്. ഇത് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് കാണണ്ട. ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച്, ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ, ഒരു കോള്, അല്ലെങ്കിൽ കോള് വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ഒക്കെ ചോദിച്ചെന്ന്. എന്തിനാ ഞാനത് ചോദിക്കണത്? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ. ഓക്കെ, ഈ കുട്ടിയുടെ സംസാരത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം അച്ഛനോട് തീരാത്ത വെറുപ്പും ദേഷ്യവും ഉണ്ട്. ഈ ചെറുപ്രായത്തിൽ എങ്ങനെ ഇത്രയും ദേഷ്യം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പല ആൾക്കാരും പലതും പറയും. വേണമെങ്കിൽ അമൃത ഇല്ലാത്തതും വല്ലാത്തതും ഒക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചിനെ കൊണ്ട് വെറുപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഊഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ഈ കുട്ടി ജനിച്ചപ്പോൾ മുതൽ അമൃതയുടെ കൂടെ തന്നെ ഏകദേശം 3 വയസ്സങ്ങാണ്ടായപ്പോഴാണ് ബാലയുമായിട്ട് വിട്ടുപിരിയുന്നത്. ആ സമയം മുതൽ അമൃതയുടെ കൂടെ തന്നെയാണ് ഈ കുട്ടി താമസിക്കുന്നത്. ഈ കുട്ടിയുടെ ഫുൾ അവകാശവും അമൃതയ്ക്ക് തന്നെയാണ്. അങ്ങനെ ബാലയുടെ കൂടെ താമസിക്കേണ്ട ഒരു അവസ്ഥയോ അങ്ങനെ ഒരു ഇടപാടോ ഒന്നുമില്ല. അപ്പോൾ ചെറുപ്പം മുതലേ അമൃതയുടെ ഇതിൽ വളർന്നത് കൊണ്ട് അമൃതയുടെ സൈഡ് മാത്രമേ ഈ കുട്ടി കാണുന്നുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റും കുറ്റങ്ങളൊക്കെ കാണും. പക്ഷെ അമൃതയുടെ സൈഡ് മാത്രമേ ഈ കുട്ടി കാണുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാര്യം അറിവില്ലാത്ത ഓർമ്മയില്ലാത്ത പ്രായത്തിലാണ് ഈ പറഞ്ഞ അമൃതയുടെ കൂടെ ഈ കുട്ടി താമസിച്ച് തുടങ്ങുന്നത്. അപ്പൊ പിന്നെ അമൃതയ്ക്ക് സുഖമായിട്ട് ഈ കൊച്ചിനെ സ്വന്തം എന്താ പറയണ വരുതിയിലാക്കാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ. ഈ അമൃത പറയുന്നത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അമൃത എന്ത് സ്വന്തം അച്ഛനെ കുറിച്ച് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു പ്രായമായിരുന്നു അല്ലെങ്കിൽ പ്രായമാണ് ഇപ്പോഴും ഈ കുട്ടിക്ക്. സോ സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിൽ മോളെ വളർത്തിയെടുക്കാം, തെറ്റൊന്നുമില്ല. ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ, ഇത് ഞാൻ പറയുന്നത് സത്യമാണെന്നല്ല, ഇങ്ങനെയും ആളുകൾക്ക് ചിന്തിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു വിഷയത്തില് ബാലയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരപ്പൻ ആനയല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി. അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തിട്ടില്ലെന്ന്. പാപ്പു ഇത് തർക്കിക്കാനായില്ല.
ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക, നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഞാൻ അന്യനായിപ്പോയി നിനക്ക്. ഓക്കെ, സ്വന്തം മകളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ബാല ഈ വീഡിയോ ഇടുന്നത്. ആ സംസാരത്തിൽ നല്ല വിഷമമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി പല ആൾക്കാർ പറയും നടനല്ലേ, അഭിനയിക്കുന്നതാകും, അങ്ങനെ പറയുന്നവര് അങ്ങനെയും പറയട്ടെ. അതുപോലെ തന്നെ പല ആൾക്കാരും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്, സ്വന്തം മകള് പറഞ്ഞല്ലോ ഗ്ലാസ് വലിച്ചെറിഞ്ഞു, അതുപോലെ തന്നെ കോടതി വളപ്പിലൂടെ വലിച്ചെടുത്തുകൊണ്ട് ഏതോ റൂബിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ടു, ആഹാരം കൊടുത്തില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ. ഇത് സത്യമാണോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ആ കുട്ടി പറഞ്ഞ കാര്യമാണ്. അപ്പൊ പല ആൾക്കാർക്കും ചോദിക്കാം, എന്തുകൊണ്ട് ബാല അത് ചെയ്തിട്ടില്ലെങ്കിൽ ബാല അത് നിഷേധിക്കുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിന്റെ അർത്ഥം ബാല അത് ചെയ്തതുകൊണ്ടല്ലേ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്വന്തം മകൾക്കെതിരെ വാദിക്കാൻ താല്പര്യം കാണത്തില്ല, അല്ലെങ്കിൽ സ്വന്തം മകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ തകർന്നു പോയി കാണും. ഇനി അതിനെതിരെ സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ബാലയ്ക്ക് തോന്നുന്നില്ലായിരിക്കും, ബാലയുടെ മാനസികാവസ്ഥ അതല്ലായിരിക്കാം. അതുകൊണ്ട് മേ ബി ബാല അതിനെപ്പറ്റി സംസാരിക്കാത്തതായിരിക്കാം. ഈ ഒരു വിഷയത്തിൽ ബാലയുടെ ഭാഗത്ത് കുറച്ചേറെ ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് തെളിവുകളുണ്ട്. അതിപ്പോ പറയുകയാണെങ്കിൽ ഒരു 8 മാസം മുൻപ് അമൃതയുടെ വക്കീലും കൂടി ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതായത് മോളുടെ കൈവശാവകാശം ആർക്കാണ്, അതിന്റെ നിയമങ്ങൾ എന്താണ്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് കുറെ രേഖകളും ഡോക്യുമെന്റ്സും എഗ്രിമെന്റും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അത് വായിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ഇന്റർവ്യൂ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള, ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും കാണാനായ ഈ മിസ്റ്റർ ബാല പറഞ്ഞത് മാറി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും, അതും 10 മണി മുതൽ 1 മണി വരെ, അല്ലെ, 10 മണി മുതൽ 4 മണി വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ, ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ട ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല, ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും, അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും, അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും, അല്ലെങ്കിൽ അമൃത കുട്ടിയെ കൊണ്ട ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ. ഇതെന്തോന്നടി, ഒരു മയമില്ലാത്ത നിബന്ധനകളൊക്കെയാണല്ലോ. സ്വന്തം അച്ഛന് സ്വന്തം മകളെ കാണാനായിട്ട് അനുവദിച്ചിരിക്കുന്നത് സമയമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ, അതും കോടതി വളപ്പിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ. കൊച്ചിനെ കൊണ്ടുപോകാനോ കൂടെ താമസിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. ഫുൾ ടൈം അമ്മയുടെ കൂടെ ആയിരിക്കും. ഈ മനുഷ്യന്മാരെ ചിലപ്പോൾ ചില സെക്കൻഡ് സാറ്റർഡേ ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നു വെച്ചു, വേറെ എന്തെങ്കിലും വളരെ അത്യാവശ്യമുള്ള കാര്യം വന്നു വെച്ചു, അപ്പൊ ചിലപ്പോൾ ബാലയ്ക്ക് വരാൻ പറ്റിയില്ലെന്ന് വെച്ചു. പിന്നെ അടുത്ത മാസം കാണണമെങ്കിൽ പ്രത്യേക അമൃതയെ ഒന്നെങ്കിൽ കോൾ ചെയ്തോ മെയിൽ അയച്ചോ പെർമിഷൻ എടുക്കണം, എന്നിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒടുക്കത്തെ നിബന്ധനകൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാസത്തിൽ ഒരു തവണ ബാലയ്ക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് കാണാനുള്ള പെർമിഷൻ ആക്കി കൊടുക്കേണ്ട ഒരു മര്യാദ അമൃതയ്ക്ക് കൊടുക്കാമായിരുന്നു. ഇത് ഉള്ളിൽ നിറച്ച് വൈരാഗ്യമില്ലേ? പിന്നെ ആ കൊച്ചു പറയുന്നതിൽ വല്ല കുറ്റമുണ്ടോ? എന്റെ അച്ഛൻ എന്നെ വന്ന് കാണാറില്ല. എങ്ങനെ കാണാനാ കൊച്ചേ? നിന്റെ അമ്മ സമ്മതിക്കണ്ടേ? ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് എല്ലാ മാസവും ഒരുപോലെ വന്ന് കാണാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. അതിനുള്ള അവസരം ഉണ്ടായി കൊടുക്കേണ്ടത് അമൃതയാ, അതില്ല. അപ്പൊ പിന്നെ ബാല പറയുന്നതിൽ എന്താണ് തെറ്റ്? എന്റെ മോളെ കാണാൻ അനുവദിക്കാറില്ല, അവസരം ഉണ്ടാക്കി തരാറില്ല. ഇതായിരിക്കും അവസ്ഥ. ചിലപ്പോൾ ചില ശനിയാഴ്ച വരാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അടുത്ത മാസം കാണണമെങ്കിൽ പിന്നെ കുറെ നിയമങ്ങളാ, വിളിച്ച് പെർമിഷൻ ചോദിക്കുമ്പോൾ അമൃത കൊടുക്കത്തുമില്ല. എന്ത് ചെയ്യാനാ? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ബാലയുടെ ഭാഗത്ത് കുറച്ചെങ്കിലും ന്യായമുണ്ടെന്ന് തോന്നുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഇവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും കാണും, നമുക്കറിയാത്ത പല പ്രശ്നങ്ങളും കാണും, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാലയുടെ ഭാഗത്താണ് ഒരു പൊടിക്ക് ന്യായം എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ആരുടെയും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇടയിൽ മാത്രം തീർക്കുക. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് സംസാരിക്കേണ്ട വിഷയങ്ങളല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുക, ആ കുട്ടിയുടെ മാനസികാവസ്ഥ വീണ്ടും വളരെ മോശമായിക്കൊണ്ടിരിക്കും. പല ആൾക്കാരും ഇതെടുത്ത് ചർച്ചയാക്കും, ചോദ്യങ്ങൾ വരും. ശരിയല്ല, അത് ആരുടെയും വിഷയമായിക്കോട്ടെ. അപ്പൊ എന്താണെങ്കിലും ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.